പ്രിൻസിപ്പൽ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പൊ ഏറ്റവും വലിയ ചർച്ച എന്താ? അന്യമതസ്ഥരുടെ ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വളരെ കൃത്യമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലിയ ആളുകളും പണ്ഡിതന്മാരും ചെയ്യുന്നത് നോക്കി സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട. സാധാരണക്കാർ ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മുടെ ഉസ്താദുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിതന്മാർക്ക് അതിന്റെ മസല അറിയാമായിരിക്കാം, നമ്മളൊക്കെ സാധാരണക്കാരാ. ഫതാവൽ കുബ്രയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വഇല്ലം യഖ്സുദി തശ്ബീഹ ബിഹിം അസ്ലം വറഅസൻ ഫലാ ശൈഅ അലൈഹി. നമ്മളിപ്പോ ഏതെങ്കിലും ഒരാളോട് സാദൃശ്യപ്പെടുക എന്ന ഉദ്ദേശമില്ലാതെ, അവരുടെ ആചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശമില്ലാതെ, അസ്ലം വറഅസൻ എന്നാണ് പറഞ്ഞത്. അടിമുടി എന്ന് തന്നെ പറയാം. അടിമുടി അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല. അങ്ങനെ നമ്മൾ ഒരു സൗഹൃദത്തിന് വേണ്ടി ഒരു ഭക്ഷണം കഴിച്ചു, അതല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രവർത്തനം ചെയ്തു, ഫലാ ശൈഅ അലൈഹി എന്നവർ ഇമാം പറഞ്ഞാൽ, പിന്നെ അതിന്റെ താഴെ തന്നെ ഫതാവൽ കുബ്രയിൽ പറയുന്നുണ്ട്. പണ്ഡിതന്മാർക്കറിയാലോ, നമ്മളൊക്കെ സാധാരണക്കാരാ, പക്ഷെ ഈ കിതാബ് വായിച്ചാൽ മനസ്സിലാവുന്ന ആളുകൾക്ക് ബോധ്യാവുമല്ലോ. ബഹുമാനപ്പെട്ട ഇമാം അവർകൾ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്, ചില മുതാഖിരീങ്ങളായ പണ്ഡിതന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതിനോട് യോജിച്ചാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിനോട് യോജിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? മഹാനവറുകൾ പറഞ്ഞത് വിശ്വാസത്തോടു കൂടി ചെയ്താൽ കുഫർ അല്ല, വിശ്വാസമില്ലാതെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്താലോ അത് ഹറാമായ കാര്യം. ഇനി ഒന്നുമില്ല, യാതൊരു തരത്തിലും അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല. അതിൽ പങ്കെടുക്കുക എന്ന ഉദ്ദേശം അത് വിജയിപ്പിക്കലല്ല, കേവലം ഒരു സൗഹൃദത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചു, അതാണ് അസ്ലം വറഅസൻ എന്ന് പറഞ്ഞത്. അങ്ങനെ തന്നെ വാചകം, വഇല്ലം യഖ്സുദി തശ്ബീഹ, ശിബ്ഹ് കസ്തു ശിബ് അല്ലെങ്കിൽ ശിബ്ഹ് കസ്തില്ലെങ്കിൽ, അവരോട് തുല്യമാവുക എന്ന കസ്തില്ലെങ്കിൽ, ഏത് വിഷയത്തിൽ? അവിടെ തന്നെ പറയുന്നുണ്ട്, അവിടെ ആഘോഷങ്ങളില് മറ്റു കാര്യങ്ങളില്. അങ്ങനെ വരുമ്പോഴേ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്ന വിഷയം വരൂ. അതൊന്നുമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിശ്വാസമില്ലെങ്കിൽ, നമ്മളൊരു ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ നമ്മൾ അവരുമായി എന്തെങ്കിലും വ്യക്തിപരമായ സഹകരണം കാണിച്ചു എന്നതിനെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സൗഹൃദത്തിന് ഭീഷണി മുഴക്കുന്ന തരത്തിൽ നമ്മൾ ആകാൻ പാടില്ലല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൊതുവെ നമ്മളത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നതാണ് പൊതുനയം. പ്രോത്സാഹനം വേണ്ട. അതേസമയത്ത് പൊട്ടുതൊടുക, വിഗ്രഹ പൂജ നടത്തുക, അത് പ്രകടമായ ബഹുദൈവാരാധന ലക്ഷണമാണ്. എന്താ തർക്കമുള്ളത്? അത് പ്രകടമായ ബഹുദൈവാരാധന ലക്ഷണമാണ്. വളച്ചൊടിച്ചുകൊണ്ട് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കണ്ട. പൊട്ടുതൊടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചുള്ള സൗഹൃദത്തിന്റെ ചിഹ്നമൊന്നുമല്ല, അത് മറ്റൊരു മതത്തിന്റെ ആചാരത്തിന്റെ ഭാഗമാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുക എന്ന് നമ്മുടെ കടമയാണ്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല, എന്നാൽ അത് അനുവദിക്കപ്പെട്ട മതങ്ങളുണ്ട്. ഇവിടെ ചെയ്യുന്നയാളുടെ നിയ്യത്ത് പോലെ നോക്കണം. പക്ഷെ പ്രകടമായ ആരാധനകൾ എന്താണെങ്കിലും ശരി, അവിടെ ഒരു തരത്തിലും അതിനോട് ചേർന്ന് നിന്നുകൂടാ. ഇപ്പൊ പശു നോർത്ത് ഇന്ത്യയിൽ വലിയ ദൈവമാണ്, ഗോമാതാവ് എന്നാണ് പറയുക. നമ്മുടെ നാടുകളിലൊക്കെ കാളകളെ പ്രത്യേകമായി ചുമന്നുകൊണ്ട് കാളവേല നടത്താറുണ്ട്. കാളകളെ ചുമന്നുകൊണ്ടുപോകും, ഒരാരാധനാ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതിനോട് നമ്മൾ അതുപോലെ സഹകരിച്ചത് ഏറ്റിക്കൊണ്ട് നടക്കണോ? അത് നമ്മുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യമാണെന്ന് ആർക്കാ തർക്കമുള്ളത്? നേരെ മറിച്ച് ഇതേ കാള, നമ്മൾ ആരെങ്കിലും ഒരു കാളപൂട്ട് മത്സരം സംഘടിപ്പിച്ച ആ കാള ജയിച്ചാൽ ആ കാളക്ക് കൊണ്ടുപോയി മാലയിടും, മതത്തിൽ നിന്ന് പുറത്തു പോവോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സാധാരണ ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമാണ്. ഈ ചെയ്യുന്ന ആളുകൾ മനസ്സിൽ നമ്മൾ മൊഹീദ്ദീൻ ഷേഖ് തങ്ങളെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ? മഹാനവറുകൾക്ക് അള്ളാഹു കൊടുക്കാത്ത ഒരു കഴിവുണ്ട്, സ്വയം കഴിവ് കൊണ്ടാണ് സഹായിക്കുന്നത് എന്നാണോ ധാരണ? നിഷിദ്ധമാണ് ആ വിളി. നേരെ മറിച്ച് നമ്മൾ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് അദ്ദേഹം നമ്മളെ സഹായിക്കും, മഹാനവറുകൾക്ക് അള്ളാഹു വലിയ കഴിവ് കൊടുത്തിട്ടുണ്ട്, വ്യത്യസ്ത വ്യക്തികൾക്ക് വ്യത്യസ്ത കഴിവ് കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലാണെങ്കിലോ ആ വിളി സാധുവാണെന്ന് മാത്രമല്ല, അതുകൊണ്ട് ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് നമ്മൾ. അങ്ങനെയല്ലേ നമ്മുടെ മതം പഠിപ്പിച്ചത്? ഇവിടെ ഈ വിളിക്കുന്നയാൾ അവിടെ ദൈവസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു വലിയനെയോ മഹാനെയോ വിളിച്ചാൽ അതിന്റെ ഹുക്മ മാറൂലേ? ഇതൊക്കെ പണ്ഡിതന്മാരാണ് പറയേണ്ടത്, നമ്മളെ പോലുള്ള ആളുകളല്ല. ഇത് സമൂഹത്തിൽ നമ്മൾ ചർച്ചയാക്കി സമൂഹത്തിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന പ്രവർത്തനം നമ്മൾ നടത്തിയാൽ ഉണ്ടാകുന്ന അപകടം എത്ര വലുതാണ്. മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ ധാരണ ഇക്കാര്യത്തിലൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ നേരത്തെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ആ മാർഗത്തിലൂടെ തന്നെയല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്? വിദഈ വാദമല്ലേ, മറിച്ച് ഈ മനുഷ്യന്റെ മനസ്സിൽ ഇല്ലാത്തൊരു വിശ്വാസം അടിച്ചേൽപ്പിക്കുക എന്നത്. പൊട്ടുതൊടുന്നതും വിഗ്രഹാരാധന നടത്തും ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാ പിന്നെ അതൊക്കെ ആകാമല്ലോ. പ്രകടമായ അന്യമത ബഹുദൈവ ചിന്തകളും പ്രവർത്തനങ്ങളും നമുക്ക് പറ്റില്ല എന്നതിന് ഒരു തെളിവും വേണ്ടല്ലോ. അത് ആധാരശിലയല്ലേ നമ്മുടെ മതത്തിന്റെ. ഐക്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഇത്തരം പ്രചരണങ്ങളെ നമ്മൾ തന്നെ കരുതിയിരിക്കണം. ആരൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് എന്നല്ല,
ആ പ്രചരിപ്പിക്കുന്ന വസ്തുത എന്താണെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളേതര സംസ്ഥാനങ്ങളില്ലാത്ത വലിയൊരു കൂട്ടായ്മ പടച്ചിറപ്പ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ വിജയം. ഇന്നിവിടെ മൊഹല്ല കോൺഫറൻസ് നടക്കുകയാണ്, നിങ്ങൾ കണ്ടില്ലേ? ഈ മൊഹല്ല കോൺഫറൻസ് നടക്കുന്നിടത്ത് ആരൊക്കെ ഉണ്ട്? 4 കോടി മുസ്ലിങ്ങൾ